ഹലോ ഗെയ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാര്യം, നമ്മുടെ ഗൂഗിൾ പേയും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഇപ്പം എല്ലായിടം ഉണ്ടല്ലോ. അപ്പോൾ ഗൂഗിൾ പേ സംബന്ധിച്ചും ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം നമ്മുടെ അക്കൗണ്ടിൽ, അതായത് എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ ഇന്നലെ 1200 സംതിങ് രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു പൈസ വരാനുള്ള പൈസ ഒരു 2000 സംതിങ് രൂപ അത് വന്ന് അങ്ങനെ 3500 അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ, രാവിലെ ഉണ്ടായിരുന്ന പൈസ വൈകിട്ടായപ്പോൾ അക്കൗണ്ടിൽ 300 സംതിങ് രൂപയെ കിടപ്പുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ 3000, ശരിക്കും പറഞ്ഞാൽ 3200 രൂപ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ ഗൂഗിൾ പേയിൽ നിന്ന് ഞാൻ അതിൻ്റെ ട്രാൻസാക്ഷൻ എന്താ നോക്കിയപ്പോഴത്തേനും അതിൽ ട്രാൻസാക്ഷൻ ഒന്നും കാണിക്കുന്നില്ല, അങ്ങനെ പൈസ പോയതേ കാണിക്കുന്നില്ല. പിന്നെ വന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ജി പേയിൽ നിന്നും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലും ഇത് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇന്ന് ബാങ്ക്, അതായത് ബാങ്ക് എന്ന് പറഞ്ഞാൽ കാനറ ബാങ്കാണ്. കാനറ ബാങ്ക്, ബാലരാമപുരം കാനറ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റിൽ UPI ID, അതായത് UPI വഴി ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് എന്തിനാണ് ഏതിനാണ് എന്നൊന്നും കാണിക്കുന്നില്ല. എക്സാമ്പിൾ കാർ ലോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളെന്തെങ്കിലും പർച്ചേസ് ചെയ്തതോ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. UPI വഴി പൈസ പോയി എന്ന് മാത്രം കാണിക്കുന്നു. 3200 രൂപ പോയിട്ടുണ്ട് എന്ന് മാത്രം കാണിക്കുന്നു. അപ്പോൾ ഞാനത് ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കംപ്ലയിൻറ്റ് എഴുതി തന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. പക്ഷെ എന്ത് നോക്കാമെന്ന് പറഞ്ഞാലും അവരെ കൊണ്ട് മറ്റൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. കാര്യം, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ GPay വഴി ട്രാൻസാക്ഷൻ എങ്ങനെ പൈസ പോയി എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അതിനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാങ്കാണ്. അപ്പോൾ ബാങ്കിലും ഈ പൈസ എങ്ങനെ പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഉറപ്പിൽ നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇടും? ഇപ്പോൾ ഇതൊരു ഫണ്ട് 3200 എന്നാണെങ്കിൽ, 3200 എന്നുള്ള ഫണ്ടാണെങ്കിൽ അടുത്ത് ചിലപ്പോൾ വേറൊരു ഹ്യൂജ് എമൗണ്ട് ഒരാൾക്ക് നഷ്ടമായേക്കാം. പക്ഷെ അത് എങ്ങനെ നഷ്ടമായെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ എന്ത് ഉറപ്പിലാണ് നമ്മൾ ഈ ഗൂഗിൾ പേയിൽ പൈസ നമ്മൾ ഇടുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്ത് ഉറപ്പില്ല. ഇപ്പോൾ ഇനി ഞാൻ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇനി പോയിട്ട് ആരുടെ ഇത് കംപ്ലയിൻറ്റ് പറയണം? ഈ പൈസ ഇത് എങ്ങനെയാണ് പോയെന്ന് അന്വേഷിക്കാനുള്ള മറ്റെന്ത് വഴിയാണ് നമുക്കിരിക്കുന്നത്? അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അക്കൗണ്ടിൽ പൈസ ഇട്ടിരിക്കുമ്പോൾ അത് ഏത് വഴി പൈസ പോയി അല്ലെങ്കിൽ എന്ന് അറിയാനുള്ള ഒരിത് നമുക്കുണ്ട്. വെറുതെ നമുക്ക് പൈസ പോകേണ്ട കാര്യമില്ലല്ലോ. ഈ 3200 എന്ന് പറയണ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ആ 3200 രൂപ എങ്ങനെയാണ് പോയത് എന്ന് നമുക്കറിയണം. ഗൂഗിൾ പേ വഴി പോയിട്ടില്ല. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ ബാങ്കിലും അറിയാൻ പറ്റുന്നില്ല എങ്ങനെയാണ് പോയി. ഏതോ UPI ID വഴി പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഇപ്പം ഒരു പർച്ചേസോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഇല്ല. ഈ 3200 എടുക്കാൻ കണക്കിനുള്ള ഒന്നും തന്നെ പർച്ചേസ് ചെയ്യുക അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ പൈസ പോയി എന്നുള്ളത് അറിയാനും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത് മറ്റൊരാൾക്ക് സംഭവിക്കുമ്പോൾ, ഇതിലും വലിയ എമൗണ്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരോട് പരാതി പറയും? അത് എല്ലാവരും ശ്രദ്ധിക്കുക.